നമസ്കാരം, ജ്യോതിർഗമയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഹിബിസ്കസ് ടീ, ഞെട്ടണ്ട, ചെമ്പരത്തി ചായ. ചെമ്പരത്തിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. രക്തശുദ്ധിക്ക്, രക്തം ഉണ്ടാവാൻ നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, അതുപോലെ തന്നെ വിറ്റമിൻ സി ഉണ്ട്, പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുമുണ്ട്. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഹൗ ടു മേക്ക് ഹിബിസ്കസ് ടീ, ചെമ്പരത്തി ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. ഹിബിസ്കസ് ടീ റെസിപ്പി, ചെമ്പരത്തി ചായ ഉണ്ടാക്കുന്ന വിധം വളരെ എളുപ്പമാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 കപ്പ് ചെമ്പരത്തി ചായയാണ്. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 5 ചെമ്പരത്തി, ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. അപ്പോൾ നമുക്കിനി ചെമ്പരത്തി ചായ ഉണ്ടാക്കാൻ പോവാം. അതിനു മുമ്പ് ഒരു ചെറിയ അപേക്ഷ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്കൊന്ന് ഈ ചെമ്പരത്തി പൂവ് ഇതളുകൾ തിരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇതളുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഇതളുകൾ തിരിച്ച് നമ്മൾ നല്ല വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാ ചെമ്പരത്തിയുടെ നമ്മൾ ഇതളുകളാക്കി തിരിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കഴുകുന്നുണ്ട്. കഴുകിയതിന് ശേഷം ആ കഴുകിയ ചെമ്പരത്തി ഇതളുകൾ വാരി കോരി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിതാ എല്ലാ ചെമ്പരത്തിയും ഇതളുകളും നമ്മൾ കഴുകി വാരി കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു സ്റ്റൗവ് കത്തിക്കുക. സ്റ്റൗവ് കത്തിച്ചിട്ട് നമ്മൾ അതിലേക്ക് 2 കപ്പ് വെള്ളമാണെന്ന് 2 കപ്പ് ചായയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കപ്പ് വെള്ളമാണ് അടുപ്പത്ത് വെച്ചേക്കണത്. അപ്പോൾ 2 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്കും ആ ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഇഞ്ചി കഷ്ണം ഒന്ന് ചതച്ചിടുകയാണ്. പെട്ടെന്ന് ആ ഇഞ്ചിയുടെ എസൻസ് ചായയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് ചതച്ചിട്ടേക്കണത്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും, നല്ലോണം തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആ കഴുകി വാരിക്കോരി മാറ്റി വെച്ചിട്ടുള്ള ചെമ്പരത്തി ഇതളുകൾ അതിലേക്ക് ഇടാം. ചെമ്പരത്തി ഇതളുകൾ അതിലേക്ക് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് മാറി, വെള്ളത്തിൻ്റെ കളറ് മാറാൻ തുടങ്ങും, ചെമ്പരത്തിയുടെ കളറ് വെള്ളത്തിലേക്ക് പിടിക്കാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും അതൊന്ന് നല്ലോണം മുക്കി വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് അത് അടച്ചു വയ്ക്കാം. അതിൻ്റെ ആ എസൻസ് മുഴുവൻ പുറത്തേക്ക് ആവിയായിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമുക്കറിയാം ഈ ചെമ്പരത്തിയുടെ ഫുൾ കളറുകളും നമ്മൾ ആ വെള്ളത്തിൽ പിടിച്ചിട്ടുണ്ടാകും. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചെമ്പരത്തി ഇതളുകളും അതുപോലെ തന്നെ ഇഞ്ചിയുടെ കഷ്ണങ്ങളുമാണ് ബാലൻസ് ഉണ്ടാവുക. ഇത് അരിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയൊരു നല്ല വയലറ്റ് കളറാണ്. ഇനി ഇതിൻ്റെ കളറ് മാറ്റുന്നത് നമ്മൾ നാരങ്ങാ നീര് ഒഴിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചത്. ആ നാരങ്ങാ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. ഒഴിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും നല്ല ചുവന്ന കളറായിട്ട് മാറി വരും. അത് നല്ല ചുവന്ന കളറാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ഇട്ട് ഇളക്കുക. ഈ 2 ടേബിൾ സ്പൂൺ എന്നുള്ളത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളതൊന്നുമല്ല. നമുക്ക് ആവശ്യമുള്ള മധുരം അനുസരിച്ചും ചെറുനാരങ്ങയുടെ പുളി അനുസരിച്ചും അത് മാറി വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടത് ഒരു വലിയ ചെറുനാരങ്ങയാണ് എടുത്തത്, അതുകൊണ്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ടു എന്ന് മാത്രം. ഇപ്പോൾ ഇതൊന്ന് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി ചായ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിബിസ്കസ് ടീ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മളൊന്ന് കുടിച്ചു നോക്കാതെ, അതായത് നല്ല ഇഞ്ചിയുടെയും നമ്മളെ നാരങ്ങയുടെയും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഗുണങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു ചൂടുള്ള ഹിബിസ്കസ് ടീ റെഡി ആയിട്ടുണ്ട്. ഈ മഴക്കാലത്ത് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം. ചായ ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി യൂട്യൂബിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ, ഈ ചായ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമസ്കാരം. നമസ്കാരം, ജ്യോതിർഗമയ വീഡിയോയിലേക്ക് നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുക, കമന്റുകളായി രേഖപ്പെടുത്തുക. വീണ്ടും ഈ വീഡിയോ ചായ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കാണാൻ വേണ്ടി ഷെയർ ചെയ്യുക. ഈ ചായ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി, ഈ ചായ ചാനൽ ആയിക്കോട്ടെ.